ഒരു ദോശ ഉണ്ടാക്കിയ കഥയാണ് ഇന്ന് ഡയബോളിക്ക നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു ദോശ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ദോശയാണത്. മറൂഷ് എന്നാൽ പുതിയത് എന്നാണ് അർത്ഥം. ഒരു പേരിട്ടാൽ ആ പേരിനോട് നീതി പുലർത്തണമല്ലോ. അങ്ങനെയാണ് ചില പുതിയ ദോശകൾ ഉണ്ടാക്കാൻ ലത്തീഫ് തീരുമാനിച്ചത്. ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ ലത്തീഫ് ഹോട്ടൽ മേഖലയിലേക്ക് തിരിയുകയായിരുന്നു. മറൂഷ് എന്നാൽ ദോശകളുടെ പറുദീസയാണ്. 64 ഇനം ദോശകൾ എണ്ണിയെടുക്കാം ഇവിടുത്തെ മെനുവിൽ നിന്ന്. ഇങ്ങനെ ദോശകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ലോകകപ്പ് എത്തിയത്. ഇനി ലോകകപ്പ് ദോശയുണ്ടാക്കിയ കഥ പറയാം. ലോകകപ്പിന്റെ ആവേശം ദോശക്കല്ലിൽ ചുട്ടെടുക്കാമെന്ന ഐഡിയ ആദ്യം തോന്നിയത് ദോശ സ്പെഷ്യലിസ്റ്റായ കുക്കിന്റെ തലയിലായിരുന്നു. പുതിയ ഐഡിയകളെ എന്നും സ്വാഗതം ചെയ്തിരുന്ന ലത്തീഫ് ലോകകപ്പ് ദോശ എന്ന ഐഡിയയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ ലോകകപ്പ് ദോശ മറൂഷിൽ പിറവിയെടുത്തു. വിവിധ നിറങ്ങളിലും രുചികളിലുമൊക്കെയുള്ള ദോശകൾ. അത് ഈ കളിയോടുള്ള താല്പര്യം ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാഫിന്റെ സപ്പോർട്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത്രയും കളറുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഹോട്ടൽ ആകെ ലോകകപ്പ് ആവേശത്തിലാണ്. വിവിധ രാജ്യങ്ങളുടെ കൊടിതോരണങ്ങൾ ഹോട്ടലിനെ ആകെ സുന്ദരമാക്കുന്നു. മാത്രമല്ല ഹോട്ടലിലെ ഓരോ ജീവനക്കാരനും ഓരോ രാജ്യങ്ങളുടെ ജേഴ്സികൾ അണിഞ്ഞാണ് ജോലി ചെയ്യുന്നതും. ചുരുക്കി പറഞ്ഞാൽ ബ്രസീലിലെ ഒരു ഹോട്ടലിലെത്തിയ പ്രതീതി. ദോശയുടെ പച്ച നിറത്തിന് പൊതിനയിലയും ചീരയും, മഞ്ഞ നിറത്തിന് പരിപ്പ്, വയലറ്റ് നിറത്തിന് ബീട്രൂട്ട്, നീല നിറത്തിന് ഉരുളക്കിഴങ്ങും പിന്നെ ചില നിറങ്ങളുടെ മിശ്രിതങ്ങളും. പ്രകൃതിദത്തമായ നിറങ്ങൾ തന്നെ ചേർക്കുന്നു എന്നതിനാൽ ദോശ കൂടുതൽ രുചികരമാകും എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ കഥയുടെ ക്ലൈമാക്സിലെത്തി. എൻ്റെ മുന്നിൽ ഒരു കൂട്ടം ദോശകൾ നിരന്നു കഴിഞ്ഞു. പോർച്ചുഗലിൻ്റെയും ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ പതാകകളുടെ നിറങ്ങളുള്ള ദോശകൾ. ഇനി ദോശ കഴിക്കാനുള്ള ഇടവേളയാണ്. ക്യാമറമാൻ രാജേഷ് മലയങ്കീഴിനൊപ്പം മാർട്ടിൻ പോൾ.